നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഞാൻ ആക്ച്വലി മൂഡ് ഓഫ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടം, ഒരു വിഷമമായി. ഇന്നലെ തൊട്ട് ഞാൻ ആകെ ഒരു മൂഡ് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് റീഡിങ് ഇടാൻ പറ്റിയില്ല ഇന്നലെ. അത് ഞാൻ എടുത്ത ടോപ്പിക്ക് ഇന്നും അത് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് എത്തുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ എടുത്തത് ഞാൻ യു വേഴ്സസ് തേർഡ് പാർട്ടി എന്നാണ് എടുത്തത്. അതായത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന രീതിക്ക് എടുത്തിരുന്നു. ആക്ച്വലി ഇന്നും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇന്നലെ അത് റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ ഒരു ആപ്പിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. അത് നമ്മൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യും. പിന്നെ ഞാനിങ്ങനെ മറ്റേ നമ്മുടെ പേര് എഴുതലും അതൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇതൊക്കെ. അപ്പം അങ്ങനെ അതിൽ പകുതി ഒരു 10 മിനിറ്റാണ് ഒരു അറ്റ് എ ടൈം റെക്കോർഡിങ് വരിക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് 10 മിനിറ്റ് ഉണ്ടായിരുന്നത് അത് സേവേ ആയിട്ടില്ല, ഫോണിലേക്ക് സേവേ ആയിട്ടില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത തെറ്റാണോ എന്തോ പറ്റി. എന്തായാലും അത് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് അത് സേവ് ഇങ്ങോട്ട് ആയില്ല തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, എന്തോ പറ്റി. എന്തായാലും അത് ഒരു നടുവിലെ ഭാഗം വന്നതേ ഇല്ല. പിന്നെ ലാസ്റ്റും ഉണ്ട് ഫസ്റ്റും ഉണ്ട്. പക്ഷെ കാര്യമില്ലല്ലോ റീഡിങ്. പിന്നെ എനിക്ക് ഞാനത് ശ്രദ്ധിച്ചതുമില്ല. ഞാൻ അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് ഞാൻ കുറച്ച് എല്ലാം റെഡിയാക്കി ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ ആ എഡിറ്റിങ്ങിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ സംഭവം ഇങ്ങനെ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതും നല്ല റീഡിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നിപ്പോൾ എടുക്കാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല. ഇന്ന് വേറെ എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു പേടി കാരണം. ഇന്നലെ വളരെ നല്ല റീഡിങ് ആയിരുന്നു, വളരെ ലൈക്ക് ബ്യൂട്ടിഫുൾ റീഡിങ് ആയിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, അത് മേ ബി അത് നിങ്ങൾക്ക് എത്തേണ്ടതല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ച് സമാധാനിക്കുന്നു. പക്ഷെ എവിടെയോ എനിക്കത് മാനസികമായിട്ട് എനിക്കത് എന്തോ 2-3 ദിവസമായിട്ട് തന്നെ എനിക്കതിങ്ങനെ ഒരു ഫീലിംഗ്, എന്തോ ഒരു അറിയില്ല, എന്തെങ്കിലും ഫുൾ മൂൺ വരുന്നുണ്ട് തോന്നുന്നു. അതിൻ്റെ ആവാൻ ചിലപ്പോൾ എനിക്കും അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ലേശം നോക്കാം. നമുക്ക് നമ്മൾ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം പ്രാർത്ഥിച്ചിട്ട് ഞാൻ തുടങ്ങാം. ലെറ്റ്സ് സീ എന്താവുക നോക്കാം. ഓക്കെ, അപ്പം നമുക്കിന്ന് ഞാൻ പറഞ്ഞ പോലെ ടോപ്പിക്ക് യു വേഴ്സസ് തേർഡ് പാർട്ടി. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും അവരുടെ ചിന്തകളിലും അവരുടെ ഇൻറ്റൻഷൻ നിങ്ങളോട് എന്താണ്, ഫ്യൂച്ചർ ആക്ഷൻ അവരെന്തെടുക്കും എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ കുറിച്ചുള്ള ഡെക്കായിട്ട് എടുക്കാം, ആൻഡ് ഇത് തേർഡ് പാർട്ടി ഡെക്കായിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഡെക്ക് നിങ്ങളുടെ എനർജി ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വ്യൂവേഴ്സിനെ, ഓക്കെ, നിങ്ങൾ കാണുന്ന ആൾക്കാർ ആണ് വ്യൂവേഴ്സ്. നിങ്ങളുടെ എനർജി നമുക്ക് ആദ്യം എടുക്കാം. ആൻഡ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉള്ള വേറൊരു വ്യക്തി. ഓക്കെ, അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡെക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ മാരീഡ് ആവാം, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ അവർക്കൊരു റിലേഷൻഷിപ്പ് എന്ന രീതിക്കാവാം. ഫാമിലി അത്ര വരില്ല, കാരണം നമ്മളത് മോസ്റ്റ്ലി ഒരു പർട്ടിക്കുലർ ആളെ എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. സോ മോസ്റ്റ്ലി തേർഡ് പാർട്ടി ഇവിടെ ഒന്നുമില്ലെങ്കിൽ അവർ മാരീഡ് അല്ലെങ്കിൽ അവർക്കൊരു വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, പാസ്റ്റിലെ ആൾക്കാരായിരിക്കാം, പ്രസൻറ്റിലെ ആൾക്കാരായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. സോ നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നോക്കാം. ഓക്കെ, 9 of Wands. ഓക്കെ, ജസ്റ്റിസ്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണിത്. എനർജി ടോട്ടലി മാറിയിട്ടുണ്ട് ഇന്നലത്തെ. ഐ ഹോപ്പ് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവരെന്താ ചിന്തിക്കുന്നത്. ഓക്കെ, ഓക്കെ, ആൻഡ് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ, നിങ്ങളുമായിട്ട് ഫ്യൂച്ചറിലേക്ക് അവർക്ക് എന്താ ആഗ്രഹം എന്ന രീതിയിൽ. വെരി നൈസ്. ഓക്കെ, ആൻഡ് ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഗുഡ്. ആക്ച്വലി നല്ല ചേഞ്ചാണ് തോന്നുന്നു. ഓക്കെ, ശരി. നമുക്ക് തേർഡ് പാർട്ടിയുടെയും കൂടി എടുത്ത് വെച്ചിട്ട് ഞാൻ പറയാം. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്. 5 swords ആണത്, ആൻഡ് 5 wands. ഓക്കെ, തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്. Queen of Pentacles, same card, Hermit. Okay. തേർഡ് പാർട്ടിയോടുള്ള ഇൻറ്റൻഷൻ എന്താണ്. ഓക്കെ, വാവ്. തേർഡ് പാർട്ടിയോ അവിടെ ആക്ഷൻ എന്തെങ്കിലും എടുക്കുന്നത് എന്തായിരിക്കും, അവിടെ എന്തായിരിക്കും ആക്ഷൻ അവരുടെ ഭാഗത്ത്. ഓക്കെ, 3 of Swords ആണ് ഇവിടെ. എനിക്കൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ
അവരോടുള്ള അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓക്കെ ഇൻറ്റൻഷനിലും ഓക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇന്നലെ കുറെ കൂടി ലൈക്ക് ക്ലാരിറ്റിയോടെ നല്ല റീഡിങ് വന്നതായിരുന്നു. എനിവേ സാറില്ല, വരുന്ന വരട്ടെ. ഇവിടെയും കുറച്ച് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് വരുന്നത്, നിങ്ങളോടുള്ള ഇൻറ്റൻഷനിൽ ഓക്കെ ശരി. ഇപ്പോൾ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളോടുള്ള ഫീലിങ്സ് പേഴ്സണിന് 9 of Wands ആണ്. 9 of Wands പറയുമ്പോൾ നമ്മളൊരു അകൽച്ച വെക്കുന്ന രീതിയിലാണ്, ഡിഫെൻസീവായിട്ട് നിൽക്കുക, അകൽച്ച വെക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. അവർ ലേശം ഒരു അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന്. ഫീലിങ്സ് പറയുമ്പോൾ അവരൊരു ബൗണ്ടറി വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നാണ്. ഓക്കെ, അവർ മനസ്സിലുള്ളത് തുറന്ന് പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒരുപാട് അടുക്കുന്നില്ല. ഓക്കെ, ആ രീതിയിലാണ്. ആൻഡ് ഇവിടെ ജസ്റ്റിസ് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിസ് എന്ന ന്യായം നിങ്ങളോട് ചെയ്യണം എന്നവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് ശ്രമിക്കാതെ അവർ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഓക്കെ തേർഡ് പാർട്ടി ഉണ്ട് ഡെഫിനറ്റ്ലി അല്ലേ. തേർഡ് പാർട്ടി നമുക്ക് അവർ മാരീഡ് ആണ് എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ, എംപററും 2 ഭാഗത്തും വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് ആക്ച്വലി ഈ 2 കാർഡും ഇവിടെയും റിപ്പീറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്തും റിപ്പീറ്റ് ഉണ്ട്. സോ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് അവർക്ക് ന്യായം ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച വെച്ച് നിൽക്കണം എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഫീലിങ്സിനും കൂടി ഞാൻ ഒരു കാർഡ് കൂടി എടുത്തേക്കാം. ഫീലിങ്സ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. യെസ് ഉണ്ട്. ഓക്കെ ഗുഡ്. ഓക്കെ, ഫീലിങ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, നിങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ലൊരു 6 of Wands ഉണ്ട്, വിക്ടറി വേണം. ഓക്കെ, പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം, ന്യായം ചെയ്യണം എന്ന രീതിയിൽ തന്നെ. ഓക്കെ, നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. Ace of Wands ഉണ്ട്, പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ അവർക്ക് ന്യായം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട്, അവരെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ട് അവരിപ്പോൾ അകൽച്ച വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ തോട്ട്സ് നമ്മൾ പറഞ്ഞു, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെങ്ങാനും വിട്ടുമാറി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ, ഓക്കെ, ചിലവർക്ക് നിങ്ങൾ സെപ്പറേഷൻ ആയിരിക്കാം. സെപ്പറേഷൻ ആണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവരുള്ളിൽ മറച്ചു വെക്കുകയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് വിഷമമുണ്ട്. ദാറ്റ് നിങ്ങളങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻ എൻഡായി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെപ്പറേഷനിലാണെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടുന്ന അതവർക്ക് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ അവരുടെ ഫീലിങ്സ് മറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 7 of Swords നമുക്ക് എനിക്ക് എനർജി വരുന്നത് അവരുടെ ഫീലിങ്സ് അവർ മറച്ചു വെക്കുന്നു. അവർ നിങ്ങളോട് ഒന്നും പറയാതെ മാറി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ആൻഡ് ബട്ട് അവരുടെ മനസ്സിൽ ഓക്കെ അവർ ആ ഫീലിങ്സ് ഒരുപാടുണ്ട്. ദാറ്റ് അവർക്ക് ആ റിഗ്രറ്റ് അവർക്ക് ഒരുപാടുണ്ട്, നഷ്ടബോധം അവർക്കുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതിവിടെ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് വേൾഡ് കാർഡ് നമ്മൾ പറയുക. നിങ്ങൾ തമ്മിൽ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമമുണ്ട്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് വന്നപ്പോഴും എനിക്ക് ലേശം കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ എന്താ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ ഇതൊരു മാരേജിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നമ്മളൊരു മാരീഡ്, നിങ്ങൾ ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മാരീഡ് അവരും മാരീഡ് ആണ് എന്നുള്ള വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളും മാരീഡ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മാരേജ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നതായിട്ടാണ്. സ്റ്റാറാണ്, പ്രതീക്ഷ, ഹോപ്പ്, വിഷ് എന്നൊക്കെ പറയാം, ആഗ്രഹം. അവരാഗ്രഹം നിങ്ങളെ മാരേജ് ചെയ്യാനാണ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ അവർ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ അതായത് ശരിക്കും അവർക്ക് പ്രോപ്പറായിട്ട് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളുമായിട്ട് ഒരു മാരേജ് വേണം എന്ന രീതിക്ക്. ഈ ലേഡീസ് ആവണമെന്നില്ല, ഓക്കെ, ഇത് ജെൻസ് ആയാലും നിങ്ങൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണെങ്കിൽ നിങ്ങൾ മാരീഡ് എന്ന് നമ്മൾ പറയും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയ ഒരു പേഴ്സൺ ആയിരിക്കാം, അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവരൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എംപററും ഉണ്ട്. ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ മാരേജിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ വേണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെയാണ്. സ്റ്റാർ വിഷാണ് നമ്മളെ ഒരു ആഗ്രഹം എന്ന രീതിക്കാണ്. ആൻഡ് അഗെയിൻ ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ആക്ഷൻ ശരിക്കും അവർ നിങ്ങളെ ഫാമിലി ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഹാപ്പി ആയിട്ടൊരു നിങ്ങൾ ഫാമിലി പോലെ എന്നാണ് കാണുന്നത്. അത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ ആക്ഷൻ എടുക്കുമോ എന്ന് എനിക്ക് കാണുന്നില്ല, ആക്ഷനായിട്ടല്ല കാണുന്നത്, അത് നമുക്ക് നോക്കാം. ആക്ഷനായിട്ടല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് അവരെ മനസ്സിൽ അവർ ഈ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ തമ്മിലുള്ളത് ഒരു മാരേജ് വരെ എത്തിച്ച, നിങ്ങൾ തമ്മിലൊരു ഫാമിലി പോലെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലി ആയിട്ട് നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട്, ഓൾറെഡി നിങ്ങൾ മാരീഡ് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അങ്ങനെയാവും. കാരണം നമുക്ക് അങ്ങനെ ഒരു 2 ഭാഗത്തും ഒരേ കാർഡ്സ് ഉണ്ടല്ലോ. സോ മേ ബി നിങ്ങൾ നോക്കുന്നത് ഹസ്ബൻഡോ വൈഫിനോ വേണ്ടി ആണെങ്കിൽ അവർ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നായിട്ട് ഫാമിലി ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഫീലിങ്സിൽ മാത്രമേ ഇപ്പോൾ ഒരു അകൽച്ച കാണും. ഇപ്പോൾ ഒരു അകൽച്ചയുണ്ട് അവർക്ക്. എനിക്ക് അകൽച്ച വെക്കുന്നത് അവർക്ക് ആ ഒരു ന്യായം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് കാരണമാണ്. ഓക്കെ,
ആൻഡ് ഇവിടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് പറയുമ്പോൾ 5 of swords and 5 of wands ആണ്. അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇനി അതിനപ്പുറം ഒന്നും പറയാനില്ല അവിടെ. ഓക്കെ, അവിടെ എന്തോ മാറ്റങ്ങൾ നടക്കുകയാണ്, അവിടെ എന്തൊക്കെയോ ചേഞ്ചസ് നടക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്ന രീതിക്ക് നമുക്ക് പറയാം. അവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്, കൺഫ്യൂഷൻ കാണുന്നുണ്ട്, വളരെ വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഫൈറ്റ്, അവർ വീട്ടിലോ ചുറ്റുപാടോ അല്ലെങ്കിൽ അവർ തമ്മിലോ എല്ലാം ആവാം, എന്ത് തരത്തിലും ആവാം, ഗോസിപ്പ് ആവാം, അവർ വേറെ എന്തെങ്കിലും എന്താ പറയുക വേറെ ആരെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവർ തമ്മിൽ ഫൈറ്റ്, അങ്ങനെ എന്തും അങ്ങനത്തെ സിറ്റുവേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നോട്ട് എ ഹാപ്പി പ്ലേസ്. ഓക്കെ, ഇപ്പോൾ അവർ തമ്മിൽ എന്തായാലും ഒരു കലഹം എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. ഐ തിങ്ക് അവിടെയും ഓക്കെ, നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. അവിടെ ഫീലിങ്സ് വൈസ് 9 of swords ആണ്. സോ 9 of swords അഗൈൻ അവർ തമ്മിൽ അവിടെ വാക്കുതർക്കം, പ്രശ്നങ്ങൾ എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. അവിടെ ഒരു വിഷമിച്ചിരിക്കുക, ടെൻഷൻ അടിച്ചിരിക്കുക എന്ന രീതിയിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. സോ അവിടെ തീർച്ചയായിട്ടും ഇപ്പം നല്ലൊരു സിറ്റുവേഷൻ അല്ല തേർഡ് പാർട്ടിയുമായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ തോട്ട്സിലും അവർക്ക് തോന്നുന്നത് ലൈക്ക് അഗൈൻ ഇതൊരു മാരേജ് കാർഡാണ്. സോ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ഹെർമിറ്റ് ആണ് ഇവിടെ. സോ നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് മാരേജ് കഴിഞ്ഞതാണ്. ആൻഡ് ഇവിടെ പ്രിൻസ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. അതായത് അവർ കമ്മിറ്റഡ് ആണ് എന്ന രീതിക്ക് വളരെ ക്ലിയർ ആണ്. കമ്മിറ്റ്മെന്റ് മാത്രമല്ല, നമ്മൾ ഫാമിലി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടി എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്ന സിറ്റുവേഷൻ ഇവിടെ. ഓക്കെ, അപ്പോൾ ഹെർമിറ്റ് എന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവിടെ സൈലന്റും ആണ് എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഇപ്പോൾ വലിയ സംസാരങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവില്ലായിരിക്കാം. കാരണം അവിടെ ഫൈറ്റ്സും കാര്യങ്ങളും നടക്കുകയാണ്, ടെൻഷനും അതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, പല കാര്യങ്ങളും ആവാം. സോറി, ഓക്കെ, ഞാൻ ഈ ഇതിൽ നിന്ന് അടുത്തല്ലേ. ഓക്കെ സാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ അഗെയിൻ തോട്ട്സിൽ ഞാൻ പറഞ്ഞില്ലേ, അവർ ഫാമിലി അവർക്ക് തോന്നുന്നത് അവരെ ലൈക്ക് പാർട്ട്ണർ ഇന്ന് തേർഡ് പാർട്ടി വളരെ ഡിമാൻഡിങ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും അവർ സന്തോഷമാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കാരണം കോൺഫ്ലിക്ട്സ് ആണ് നടക്കുന്നത് അല്ലേ. ആൻഡ് ഇവിടെ എംപറർ ആൻഡ് ഡെവിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റൻഷനും നല്ലൊരു ഇന്റൻഷനൊന്നും അല്ല, അവർ പെട്ട് നിൽക്കുന്ന തരത്തിലാണ്. ഓക്കെ, അവർക്ക് തോന്നുന്നത് ഞാനൊരു റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടുപോയി, ഓക്കെ, അവിടെ സ്റ്റക്കായി നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. ജസ്റ്റിസും ഉണ്ട് വീണ്ടും. ഓക്കെ, അപ്പോൾ അവർ പറയാം നമ്മൾ ലീഗലി നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ അവരെ ബൈൻഡ് ചെയ്ത് വെക്കുകയാണ് അവിടെ. ഓക്കെ, മേ ബി അവിടെ ഭീഷണി ഉണ്ടാവാം, ലൈക്ക് ഫാമിലി അവരെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നതായിരിക്കാം. മക്കളുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ള പേടികളുണ്ട് അവിടെ. അപ്പോൾ പേടി കൊണ്ട് പെട്ട് നിൽക്കുകയാണ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, ന്യായം അവർക്ക് എന്താ പറയുക ലീഗലി അവർ ബൈൻഡഡ് ആണ് എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എംപറർ എന്ന കാണുന്നുണ്ട്. ഓക്കെ, അവരവിടെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പവർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എംപറർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും പവർഫുൾ പേഴ്സൺ ആണ്, പക്ഷേ ഇനി അവർക്ക് പവർ ഇല്ല അവിടെ. ഓക്കെ, കാരണം അവരെ കൺട്രോൾ ചെയ്ത് വെക്കപ്പെടുകയാണ്. മേ ബി അവരെ പാർട്ട്ണർ വലിയ ഈഗോയിസ്റ്റിക് ആൾക്കാരായിരിക്കാം. ഓക്കെ, അങ്ങനെ അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാവാം, അങ്ങനെയും പറയാം. ഓക്കെ, സോ ഇവിടെ ഫൈനലി നമുക്ക് ആക്ഷൻ്റെ ഭാഗത്തും 7 of wands, 3 of wands ആൻഡ് 3 of swords ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റെപ്രസെൻറ്റേഷൻ നല്ലോണം ഉണ്ട്. എനിവേ അതുപോട്ടെ, ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം കാണുന്നുണ്ട്, സോറോ. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വിഷമം ഫീൽ ചെയ്യുന്നതായിട്ടും ഉണ്ട്. അപ്പോൾ അവരതിനു വേണ്ടി ഓവർകം ചെയ്യാൻ സ്റ്റാൻഡ് എടുക്കും എന്ന രീതിയിലാണ്. 7 of wands ആൻഡ് 3 of wands ആണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ കാര്യമാണ്. 3 of wands നമ്മൾ പ്ലാനിങ് ചെയ്ത് നമ്മളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പ്ലാനിങ്, അതായത് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഈ ഡബിൾ എനർജിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഈ അങ്ങനെ എന്താ പറയുക സ്റ്റക്കിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ അവനവന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുക, അവനവൻ്റെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ അവനവൻ്റെ ഒരു അതിനു വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. അവിടെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ അവരെ സന്തോഷം അവിടെ എന്താണ്, അവിടെ അവർക്ക് സന്തോഷമല്ല എന്നാ കാണുന്നല്ലേ. സോ അപ്പോൾ അവരവിടെ അതിനു വേണ്ടി എന്തോ ഒരു ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലെറ്റ്സ് സീ. എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആക്ഷനായിട്ട് ശരിക്കും കിട്ടുന്നില്ല. എനിവേ ആക്ഷൻ ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, ആക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. പ്ലാനിങ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് നിങ്ങളോട് സ്നേഹമാണോ എന്ന രീതിയിൽ നോക്കട്ടെ. ആൻഡ് തേർഡ് പാർട്ടിയോടും നോക്കാം. ലെറ്റ്സ് സീ, നിങ്ങളോട് സ്നേഹമാണോ? ഹാ, ഇത് ഇന്നലെയും വന്നു കേട്ടോ, എനിക്ക് സന്തോഷമായി കണ്ടപ്പോൾ. ആൻഡ് ഏസ് ഓഫ് സോർട്സ്, യെസ്, സൺ കാർഡ്. നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ ഡൗട്ട്. ഓക്കെ, നിങ്ങളോട് സ്നേഹമുണ്ട്. ആക്ച്വലി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സ് ആണ്. അവരൊരു ആക്ഷൻ എടുക്കും നിങ്ങളുടെ ടുവേർഡ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അത് എന്ത് ആക്ഷൻ ആയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർക്ക് നിങ്ങൾ മാരേജ് പോസിബിൾ ഉള്ളവർക്ക് മാരേജ് പോസിബിലിറ്റി ഉണ്ട്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സൺ കാർഡും ഉണ്ട്. സോ വളരെ ക്ലിയർ ആയിട്ട്
ഈസ് ഓഫ് സോർട്സ് നമ്മൾ കട്ട് ഓഫ് ചെയ്യലാണ്, ചില കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുക എന്ന രീതിയിലൊക്കെയാണ് പറയാം. ഓക്കെ, ക്ലാരിറ്റി കൊണ്ടുവരിക എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടിയോടുള്ള ഓക്കെ, 2 of Wands, യൂണിവേഴ്സ്, വേൾഡ് കാർഡ്, സൺ, അഗെയിൻ സെയിം തിങ്. വാവ്, ആക്ച്വലി എന്താ കാണുന്നറിയോ? 10 of Swords. വാവ്, 7 of Pentacles, Chariot. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താന്ന് നമ്മൾ സ്റ്റോറി ലൈനിൽ പറയാൻ പറ്റാറിയോ? ഈ വന്ന കാർഡ്സ് എല്ലാം വെച്ചിട്ട് 2 of Wands അവരൊരു തീരുമാനം എടുക്കുമെന്നാണ്, അവരൊരു ഡിസിഷൻ എടുക്കും, ആരെ വേണം അവരുടെ ലൈഫിൽ എന്നുള്ളൊരു തീരുമാനം എടുക്കും. അതൊരിക്കലും ആ പേഴ്സൺ അല്ല, ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി അല്ല. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുമ്പോൾ നമ്മുടെ വേൾഡ് കാർഡാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ വേൾഡ് എൻഡിങ്, നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടെങ്കിൽ അവർ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ അവർ അവിടുന്ന് വിട്ടുമാറി വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്, ആ ഒരു തീരുമാനം അവരെടുക്കുന്നതായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സൺ കാർഡ്, നിങ്ങൾക്കും വന്നത് ലാസ്റ്റ് സൺ കാർഡായിരുന്നു, അവിടെയും വന്നത് സൺ എന്ന് വെച്ചാൽ അവരവിടുന്ന് വിട്ടുമാറുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നു എന്നാണ്. ഓക്കെ, കാരണം അവിടുന്ന് വിട്ടുമാറുന്നതായിട്ടാണ് എനിക്ക്. ആൻഡ് ഇവിടെ ഈസ് ഓഫ് സോർട്സ് ഞാൻ നേരത്തെ പറഞ്ഞു. സോ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണുന്നത് അവരവിടുന്ന് തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി വരും. പറ്റുന്നവർ ടോട്ടലി തേർഡ് പാർട്ടി ലെറ്റ് ഗോ ചെയ്ത് വരും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ. അല്ലാത്തവർ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്ത് നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് നല്ല കമ്മിറ്റഡ് ആയിട്ടെങ്കിലും നിൽക്കും അവർ. ഓക്കെ, സോ ഇതാണ് നമുക്ക് രണ്ട് ഭാഗത്തും കിട്ടുന്നത്. ആക്ഷൻ അവരുണ്ടാവും, ബട്ട് മേ ബി സമയം എടുത്തേക്കാം. കാരണം ഡെവിൾ എനർജി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ആയിരിക്കാം. അങ്ങനെ പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സോറി കുഴപ്പമില്ല, ഞാൻ ഇന്നലത്തെ റീഡിങ്ങിനെക്കാട്ടിൽ ഇന്ന് ഒരുപാട് വല്ലതും നെഗറ്റീവ് വരുമോ എന്നൊക്കെ വിചാരിച്ചില്ല. കുഴപ്പമില്ല. പക്ഷെ ഇന്നലത്തെ റീഡിങ് അത് വരേണ്ടത് എന്താണോ, മേ ബി അതായിരിക്കില്ല നിങ്ങൾക്ക് വരേണ്ടത്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഈ സിറ്റുവേഷൻ കുറച്ചുകൂടി നോക്കാം. ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി നോക്കിയേക്കാം. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് പറയുന്നത് നോക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. അബൻഡൻസ് ഉണ്ട്, റിസോൾവിങ് ഇഷ്യൂസ് ഉണ്ട്, ഗുഡ്, ഗ്രേറ്റ്ഫുൾ, സക്സസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കാണല്ലോ വരുന്നത്. ഡിവൈൻ കൗണ്ടർ പാർട്ട്, വെരി ഗുഡ്. ഓക്കെ, പീസ് വരും, ബാലൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഓൾമോസ്റ്റ് കുറേ ഇന്നലത്തെ വന്ന കാർഡ്സ് ആണ്. മാനിഫെസ്റ്റ്, ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഇന്നലെയും വന്നത്. ഓക്കെ, ഒബ്സഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു സോറി വരും, അപ്പോളജി വരും. ഓക്കെ, അവർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സോറി. ആക്ച്വലി നേരത്തെ ഒരു പ്രിൻസസ് ഓഫ് അവിടെ ഒരു പെൻഡക്കിൾസ് കാർഡ് കണ്ടപ്പോൾ തോന്നിയതാണ് എനിക്ക്. ഓക്കെ, ആൻഡ് ഒബ്സഷൻ നിങ്ങളുടെ ഓക്കെ, നിങ്ങൾ തൽക്കാലം ഈ സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇതിനെ തന്നെ നിങ്ങൾ ആലോചിച്ചിരിക്കാതിരിക്കാം. ഓക്കെ, കുറച്ചൊന്ന് നിങ്ങൾ അതിൽ നിന്ന് മാറേണ്ട ആവശ്യമുണ്ട് എന്നാണ്. ഒരുപാട് ഈ സിറ്റുവേഷൻ എന്താവും ഇതിനെക്കുറിച്ച് തന്നെ നിങ്ങളുടെ മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ട് നടക്കാതിരിക്കാം. ഇവിടെ അബണ്ടൻസ് ഉണ്ട് ആൻഡ് സക്സസ് ഉണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അബണ്ടൻസ്, സക്സസ് എല്ലാം വരും. ഓക്കെ, ഈവൻ ലവ് വരും, മണി വരും, റിവാർഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്കൊക്കെ അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ലേശം ഈ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസിൽ നിന്ന്, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിന്ന് ഒന്ന് മാറ്റാം. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലേ, നിങ്ങൾക്കറിയാം. ആൻഡ് അവിടെ സ്പെഷ്യലി മാരീഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടേ ഉള്ളൂ, മാരേജ് ആയിട്ടില്ലെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് എന്ന് പറയാം. അല്ലാത്തവർക്ക് നിങ്ങൾക്കറിയാം അവർ മാരീഡ് ആണെങ്കിൽ തൽക്കാലം കുറച്ച് വിട്ടുകൊടുത്തേക്ക് അങ്ങോട്ട്. ഓക്കെ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യട്ടെ. ഓക്കെ, അവർ സിറ്റുവേഷൻ അവിടെ ശരിയല്ല, അവരവിടെ നല്ല സന്തോഷമായിട്ടൊന്നും അല്ല നിൽക്കുന്നത്, ബട്ട് മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ തൽക്കാലം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ, നിങ്ങൾ ഒരുപാട് ഓവർ വറി ചെയ്തിട്ട് എനിവേ ഒരു കാര്യമില്ല, ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അവർക്കും പീസ്, സമാധാനം കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവനവനും സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ബാലൻസിലിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് ഒന്ന് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് സ്നേഹിക്കുക, കെയർ ചെയ്യുക. ഓക്കെ, ആ പേഴ്സൺ അവർ എങ്ങാനും ഇപ്പോൾ സപ്പോസ് വന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ അടുത്തേക്ക്, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഹാപ്പിനെസ് വേണ്ടേ മുന്നോട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് നിങ്ങൾ തമ്മിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുക. സോ അങ്ങനെയും ചിന്തിക്കുക. ഓക്കെ, കുറേ നിങ്ങൾ അബൻഡൻ്റായി നിൽക്കുക, നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഏർണിംഗ്, നിങ്ങൾ നല്ലൊരു ഏർണിങ്ങിലെത്തുക, നിങ്ങൾ നല്ലൊരു സിറ്റുവേഷനിലെത്തുക, ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റണം എന്നൊക്കെ ചിന്തിക്കൂ, പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. സപ്പോസ് ഇല്ല, അവർ വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുമോ? ഓക്കെ, നിങ്ങളുടെ ഒരു സക്സസ്സും കാര്യം അങ്ങനത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ,
ആൻഡ് ഇതൊക്കെ സെൽഫ് ലവിൻ്റെ കാര്യം കൂടിയാണ്. എനിവേ നിങ്ങളോട് പറയുന്ന പീസ് ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ആർ കമ്മിങ്. ഓക്കെ, നിങ്ങൾക്ക് സമാധാനം കിട്ടും എന്നാണ് പറയുന്ന. റിലേഷൻഷിപ്പിലായാലും ശരി, നിങ്ങൾ തമ്മിൽ റിസോൾവിങ് ഇഷ്യൂസ് കാണുന്നുണ്ട്, ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് കയറി വരും. അത് പിന്നെ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യും. സോ കുറേ നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെക്കൊന്ന് ചിന്തകളെക്കൊന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കുറച്ച് അവനവന് വേണ്ടി സമയം എടുക്കുക, റിലാക്സ് ചെയ്യുക. ആൻഡ് ഇവിടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, ഡിവൈൻ കണക്ഷൻ സെൻഡ് ടു യു ഫ്രം യുവർ ഏഞ്ചൽസ്. ഈ പേഴ്സൺ നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്ക് അവരെ വിട്ടു പിരിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. സോൾമേറ്റ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്കും അത്രത്തോളം അത് ഫീൽ ചെയ്യുന്നത്. അവരുടെ നിങ്ങളുടെ പേഴ്സണും ഉണ്ട്. ഓക്കെ, അവർക്കും നിങ്ങളോട് അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത് സമാധാനമായി ഇരിക്കുക, മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുക. ആൻഡ് മാനിഫെസ്റ്റേഷന് തോട്ട്സ് ബിക്കം തിങ്സ്. ഞാനിത് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് തന്നെ നടക്കും. സോ ബി കെയർഫുൾ ഓഫ് വാട്ട് യു ആർ തിങ്കിങ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പേഴ്സൺ വന്നോളും, അവർ സമയം എടുത്തിട്ടായാലും ശരി അവർ വന്നോളും, അവർ കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്റർ ആക്കിയിട്ട് വരട്ടെ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങാം. ഓക്കെ, അവിടെ നെഗറ്റീവായിട്ട് തേർഡ് പാർട്ടിയിലാണ്, ഇവർ അവിടെ ഹാപ്പി ആണോ എന്തോ, അതുകൊണ്ടാണോ എന്തോ എന്നെ ചൂസ് ചെയ്യാതെ ആണെങ്കിൽ ആണ്, അങ്ങനെ വിട്ടേക്കൂ. ഓക്കെ, അങ്ങനെയുള്ളവരെ നിങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ബട്ട് അതൊക്കെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും അനുസരിച്ച് അവിടെ നിൽക്കുന്നതായിരിക്കാം. സോ ഒന്ന് വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കാര്യം നോക്കാം. ആൻഡ് നിങ്ങൾ വരും, നിങ്ങൾ ആക്ച്വലി പേഴ്സൺ വരുന്നുണ്ട്, ഞാൻ സിറ്റുവേഷനൊക്കെ ബെറ്റർ ആവുമെന്നാണ്. ബട്ട് നിങ്ങൾ ആലോചിച്ച് കൂട്ടി നിങ്ങളതിനെ ഒരുപാട് നെഗറ്റീവ് കൊണ്ടുവന്നാൽ അത് ശരിയാവാൻ സമയമെടുക്കും, ബുദ്ധിമുട്ടും ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വെക്കുക യൂണിവേഴ്സിൽ. ഓക്കെ, ദാറ്റ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരാളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നടക്കും, കാര്യങ്ങൾ നടക്കും. ഓക്കെ, പക്ഷെ വളരെ നമ്മൾ വേറൊരാളെയും ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ ചിന്തിക്കരുത് ഒരിക്കലും. ഓക്കെ, എല്ലാം നല്ല രീതിയിൽ ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൂടി വിട്ടുകൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.